മഴക്കെടുതിയുടെ ഈ കാലത്ത് രാത്രി നേരങ്ങളിൽ സാധാരണക്കാരായ ജനം അവരുടെ വീടുകളിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ഈ നേരത്ത് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് മഴച്ചാറ്റിലടിച്ച് അതിൻ്റെ അടിയിൽ കൊണ്ട് പനി പിടിക്കാതെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമേ എന്ന് വിചാരപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ സാധാരണക്കാരായ യാത്രക്കാർ അവരുടെ കാർ ഓടിച്ച് സുരക്ഷിതമായ രീതിയിൽ വാഹനം ഓടിച്ച് വീടുകളിലേക്ക് പോകുന്ന ഈ വേളയിലും കാണാൻ കഴിയും അത്യാഡംബര ബൈക്കുകളിൽ വലിയ ശബ്ദത്തിൽ സൈലൻസറുകളെല്ലാം മാറ്റിവെച്ച് അതിവേഗം മിന്നൽ പിടറിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവരുടെ ജീവനെ കൂടി അപകടപ്പെടുത്തുമോ എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പായുന്ന പലരുടെയും വാഹനങ്ങൾ. അവർ പലരും പിടിയിലാകുന്നില്ല, ഹെൽമറ്റ് പോലും വെക്കുന്നില്ല, അവരെ പിടിക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ പാഞ്ഞു പോകുന്നു. ആർക്ക് എതിരെയാണ് നടപടിയെടുത്തത് എന്ന് വ്യക്തമാവുന്നില്ല. പിടിക്കപ്പെടുന്ന ഒരു ആളുണ്ടെങ്കിൽ പിടിക്കപ്പെടാത്ത 100-ലധികം പേർ ഇപ്പോഴും ബാക്കി. പോലീസിനും ട്രാഫിക് പോലീസിനും നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ വിളയാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവനെ കൂടി ബലിയാടുകളാക്കുന്ന രീതിയിൽ നമ്മുടെ പുതുതലമുറയും അതല്ലാത്തവരും പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്ന സന്ദേശം നൽകുകയായിരുന്നു ഇന്ന് പിടിയിലായ യൂട്യൂബർ സഞ്ജു ടെക്കി. കാർ നീന്തൽക്കുളമാക്കി മാറ്റുകയാണ് ഇയാൾ ചെയ്തത്. കാർ നീന്തൽക്കുളമാക്കിയ കേസിൽ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടിയെടുത്തതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അതിൻ്റെ തുടർ നടപടികൾ പൊതുസമൂഹം കൃത്യമായി നിരീക്ഷിക്കുകയും ഇതേപോലെ ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും വേണം.